പെസഹാക്കാലം 3-ാം വാരം ഞായർ. ഞാൻ പഠിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സീൻ ഇപ്രകാരമായിരുന്നു: വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം സെക്യൂരിറ്റി ഗാർഡുകളും ഉണ്ട്. കൈകൾ വിലങ്ങ് വച്ചിരിക്കുന്നു. അദ്ദേഹം ആരോഗ്യവാനാണ്. തലേ ദിവസത്തെ മഴയിൽ വഴിയിൽ അല്പം വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഗാർഡുകൾ അല്പം വഴി മാറിപ്പോയി. എന്നാൽ മരിക്കാൻ പോകുന്ന ആ മനുഷ്യൻ വെള്ളത്തിൽ ചവിട്ടാതെ ചാടിക്കടന്ന് നടന്നുപോയി. കയ്യിൽ കയ്യാമം ഉണ്ടെങ്കിലും ശാരീരികമായും മാനസികമായും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്ന പത്രോസിൻ്റെ ഭാവി ജീവിതവും ഏതാണ്ട് ഇതുപോലെ തന്നെ. സ്വയം അരമുറുക്കി യഥേഷ്ടം സഞ്ചരിച്ചിരുന്ന നാളുകൾ പത്രോസിനുണ്ടായിരുന്നു. ഇനിയും അതുണ്ടാകുകയില്ല. യേശുവിൻ്റെ ശിഷ്യത്വത്തിന് പത്രോസ് പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ പത്രോസ് കൈ നീട്ടണം. വേറൊരുവൻ പത്രോസിൻ്റെ അരമുറുക്കി തനിക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോകും. യേശുവിൻ്റെ ശിഷ്യത്വം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും യേശുവിന് പൂർണ്ണമായി അടിയറ വയ്ക്കുന്നതിലാണ് നാം കണ്ടെത്തേണ്ടത്. അതിനാൽ പൗലോസ് കൊറിന്ത്യക്കാർക്ക് ഇപ്രകാരം എഴുതി: ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും അതിനാൽ എല്ലാവരും മരിച്ചു എന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ.